രതീഷ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. രതീഷ് നല്ല രീതിയിൽ കയറി വരും എന്നുള്ളത് എൻ്റെ ഓവർ കോൺഫിഡൻസ് അല്ല. എന്നെ പോലെ പല കളി അറിയുന്നവർക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധവും മൂളയുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് രതീഷ് കയറി വരുന്നത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ അറിയണം, ഇറിറ്റേറ്റ് ചെയ്യാൻ അറിയണം, കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിരിക്കണം, എൻ്റർടൈനർ ആയിരിക്കണം. മോർ ഓവർ ആസ് എ ഹ്യൂമൻ എനിക്ക് തോന്നുന്നു പുള്ളി നല്ലൊരു പേഴ്സൺ ആയിരുന്നു. പിന്നെ എന്തിനാണ് പുള്ളിയെ പുറത്താക്കിയത്? ബിഗ് ബോസ് പറയുന്നു, ലാലേട്ടൻ നല്ല ചോദിക്കണ്ടായിരുന്നു, അപ്പോൾ പ്രേക്ഷകർ വോട്ടാക്കിയ പ്രേക്ഷകർ എന്താ മണ്ടന്മാരാണോ എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ രതീഷിൻ്റെ പോസ്റ്റിൻ്റെ താഴെയും പ്രേക്ഷകർ ബിഗ് ബോസിനാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാവാതെ കുറച്ച് നല്ല മനുഷ്യർ മാറി നിന്നിട്ട് ഇതെന്താ വെള്ളരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ആ മനുഷ്യനെ എന്തിനാണ് പുറത്താക്കിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല രതീഷിനെ പുറത്താക്കിയത് എന്തിനാണ്. ഇറ്റ്സ് എ പ്യോർലി അൺഫെയർ എവിക്ഷൻ തന്നെ പറയുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് അതിനെ വോട്ട് റിലേറ്റഡ് ആയിട്ട് മാറ്റിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ രതീഷ് ഔട്ട് ആവേണ്ട വ്യക്തിയല്ല, ഒരിക്കലും ഈ ഒരു സമയത്ത് ഔട്ട് ആവേണ്ട ഒരു വ്യക്തിയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഔട്ട് ആവാൻ വേറെ പല ആൾക്കാരുകളും ഉണ്ട്. ഓക്കെ, ടു ബി ഫ്രാങ്ക്. ജിൻഡോ എന്താ കാണിക്കുന്നത്? ജിൻഡോക്ക് എന്താണ് ഇത്രയും വോട്ട്? ലൈവിൽ ഫുള്ള് കിടന്നുറങ്ങുകയും അല്ലെങ്കിൽ എന്ത് കണ്ടന്റാണ് ജിൻഡോ അവിടെ കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ജിൻഡോ അവിടെ നിൽക്കുന്നത്? അതേപോലെ ശ്രീതു എന്താണ് കൊടുക്കുന്നത്? മറ്റേ കോമണർ ആയിട്ടുള്ള കുട്ടി എന്താണ് കൊടുക്കുന്നത്? അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അവിടെ ആപ്പാടെ കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നത് രതീഷ്, റോക്കി ബൈ, ജാസ്മിൻ ഗബ്രി ഒരു കോംബോ പിടിച്ച് പോകുന്നുണ്ട്. സിജോ ഹീറോ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അർജുൻ ന്യൂട്രൽ ആയിട്ട് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് കാണിച്ച് എവിടെ എന്ത് മിണ്ടണം എന്നുള്ള രീതിയിലും കൂടുതൽ കണ്ണുകൊണ്ട് സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വേറെ ലെവലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കയറി വരും. അത് വേറെ ഒരു ഇനോഷ് ആവാൻ മേ ബി ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ട്രാക്ക് തിരിക്കുന്ന സമയത്ത് ട്രാക്ക് തിരിക്കും. പക്ഷേ രതീഷിനെ ഔട്ടാക്കിയത് കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ഇങ്ങനെയല്ല, വെറും പാവം മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, എന്റർടൈനർ ആക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കുമ്പോഴും പുള്ളിയെ തന്നെയാണ് പഴിക്കുന്നത്. ഹീസ് എ ഗുഡ് സോൾ. ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു ഷോയിൽ മേ ബി PR ടീംസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടപ്പോൾ ഇഷ്ടമായി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടമായില്ല. അതുകൊണ്ടൊക്കെ നിങ്ങൾ വോട്ട് ചെയ്ത് നശിപ്പിക്കുന്നത് ഓരോരുത്തരുടെ ലൈഫും ഫ്യൂച്ചറാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പുള്ളി പറയുന്നത് എൻ്റെ തെറ്റായിപ്പോയി. എങ്ങനെ പുള്ളിയുടെ തെറ്റാവും? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പുള്ളിയുടെ തെറ്റാണെന്നുള്ള. മണ്ടത്തനാണ് അതിൽ നിന്ന് എടുത്ത് കളഞ്ഞത്. കാരണം പുള്ളിയുടേതായ രീതിയിൽ എന്റർടൈൻ ചെയ്ത് അവിടെ എല്ലാവരെയും A to Z അറ്റ് ടൈം വെറുപ്പിച്ച് നിന്നിട്ട് ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആരാണ് ഇതേപോലെ ഒരു ഓളം സൃഷ്ടിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഞാൻ ഒന്ന് കാണട്ടെ. മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കമന്റ് ചെയ്യുമായിരിക്കും ഇന്ന ആളാന്നുള്ളത്. പക്ഷെ ആ ആള് എന്ത് തേങ്ങ കാണിക്കാൻ പോണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ പുള്ളി പോയി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരുടെ മുഖം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നുണ്ട് എൻ്റെ കളിക്കാൻ നിൽക്കണ്ട, മാറിപ്പോയി. അതിൻ്റെ മാപ്പും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് തന്നെ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും കാലത്തെ സീസണിൽ ഇതിനെ ഞാൻ പറയും ട്രൂലി അൺഫെയർ എവിക്ഷൻ എന്നുള്ളത്. കുറച്ചും കൂടി സമയം കൊടുക്കായിരുന്നു. പക്ഷെ പ്രേക്ഷകർ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിന്റെ പൾസ് നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ഇനി എന്ത് തേങ്ങ വേണ്ട, എങ്ങനത്തെ വേണ്ട? നിങ്ങൾ ഒന്നും മിണ്ടാണ്ടിരുന്നാൽ പറയും ഉറക്കം തൂങ്ങിയിരിക്കണമെന്ന്, ആവശ്യത്തിന് മാത്രം സംസാരിച്ച് മിണ്ടാണ്ടിരുന്നാൽ പറയും സെലക്റ്റീവ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് നിന്നിട്ട് ചിരിച്ചു നിന്നാൽ പറയും വാഴയാണെന്നുള്ളത്. വലത്തേക്കാലം വെക്കാൻ പോലെ ഇടത്തേക്കാലം വെക്കാൻ പോലെ നല്ല രീതിയിൽ ഒരു ഓളം സൃഷ്ടിച്ച ഒരാളെ പിടിച്ച് നമ്മൾ പുറത്താക്കി. ശുദ്ധ മണ്ടത്തരാണ് കാണിച്ചത്, ശുദ്ധ മണ്ടത്തരം. അതിപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരാളെയാണ് എടുത്തെറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പല സീസണിലും നിങ്ങൾ ഈ കാണിച്ച ഈ വോട്ടിന്റെ പ്രോസസ്സിലാണ് രതീഷ് ഔട്ടാകുന്നുണ്ടെങ്കിൽ മുൻ സീസണിൽ 4-ലാണെങ്കിലും ഒക്കെ എടുത്ത് കളയേണ്ട ആൾക്കാരുകൾ ഉണ്ടായിരുന്നു. ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടലി അൺഫെയർ എവിക്ഷൻ. ഗുഡ് വൈബ്സ്.